നമ്മളേറെ വേദനയോടെ കേട്ടൊരു വാർത്തയായിരുന്നു ആലുവയിലെ 5 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോയാലും മരണവും ഒക്കെ. ഇന്നിപ്പോൾ 1 വർഷമായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇന്ന് 1 വർഷം തികയാണ്. 109 ദിവസം കൊണ്ട് പ്രതി അസഫ കാലത്തിന് വധശിക്ഷ ഉറപ്പാക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്നാൽ 5 വയസ്സുകാരിയുടെ കുടുംബത്തിന് വീട് നൽകാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആലുവ മാർക്കറ്റിനോട് ചേർന്നുള്ള സ്ഥലം ഇപ്പോഴും കാട് മൂടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 28 വൈകിട്ട് 3 മണി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരി അസ്വാകാലം എന്ന അപരിചിതന്റെ കൈവിരലിൽ തൂങ്ങി നടന്നു നീങ്ങിയത് മരണത്തിലേക്കായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സമാനതകളില്ലാത്ത ക്രൂര കൊലപാതകം. പ്രതിയെ പിടികൂടി. 35-ാം ദിവസം കുറ്റപത്രം. 109-ാം ദിവസം അതും ശിശുദിനത്തിൽ അസ്വാകാലത്തിന് വധശിക്ഷ. മകളുടെ ഓർമ്മകളുമായി ആ അതിഥി തൊഴിലാളി കുടുംബം ഇപ്പോഴും ആലുവയിലെ ഒരു വാടക വീട്ടിൽ കഴിയുകയാണ്. മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് സ്വദേശമായ ബീഹാറിലേക്ക് പോകാൻ മനസ്സു വരുന്നില്ല. ഇവരുടെ മറ്റു കുട്ടികൾ പഠിക്കുന്നതും കേരളത്തിലെ സ്കൂളുകളിൽ തന്നെ. കുടുംബത്തിന് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം 1 വർഷത്തിനിപ്പുറവും യാഥാർത്ഥ്യമായിട്ടില്ല. स्कूल इधर अच्छा है, गवर्नमेंट स्कूल अच्छा है. बिहार में गवर्नमेंट स्कूल अच्छा नहीं है. उधर आंगनबाड़ी भी इधर अच्छा है. बच्चा सुबह 9:30 बजे में जाता है और 3:30 बजे में वापस आता है. और बिहार में है जो सप्ताह में 1 बार पढ़ाई है. जब चेकिंग आता है तो आंगनबाड़ी खुल जाएगा. चेकिंग ख़त्म हो गया तो आंगनबाड़ी बंद रहता है. ऐसा है. 5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ അസ്വാകാലം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആലുവ മാർക്കറ്റിലെ സ്ഥലമാണിത്. 1 വർഷം പിന്നിടുമ്പോഴും ഈ സ്ഥലത്തിനും ഇവിടുത്തെ സാഹചര്യത്തിനും യാതൊരു മാറ്റവുമില്ല. ആലുവ മാർക്കറ്റിനോട് ചേർന്നുള്ള കാട് പിടിച്ച ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പട്ടാപ്പകൽ അസ്വാകാലം കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത്തരം ഡാർക്ക് സ്പോട്ടുകൾ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവും കാട് പിടിച്ച് കിടക്കുകയാണ്. മിനിയാന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു കുട്ടീനെ കൊണ്ട് വരുന്നുണ്ടായി. എടപ്പോടാന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുവിടുകയും ചെയ്താൽ. പക്ഷെ അത് ഹിന്ദിക്കാരിലല്ല, അത് തമിഴൻ കൊച്ചാണ്. സത്യത്തിലെ പുള്ളിയുടെ കുട്ടിയായിരുന്നു. അത് അവർ അവിടെ വരും. എൻ്റെ അമ്മയുണ്ട്, അച്ഛനും 2 മക്കളുണ്ട്. അവരങ്ങോട്ട് പോകും. പക്ഷെ ആര് വന്നാലും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് വന്നത് ഇത് അതിലും നടന്നതിനും വലുത് ഇനി ഇവിടെ നടക്കും. ഈ കോലത്തിൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ നടക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പായ കേസായി. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.